ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല പച്ച കളർ മസാല ചേർത്തുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. എപ്പോഴും ഒരേപോലുള്ള ഫ്രൈ ചെയ്യാതെ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. വലിയ 2 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഒരേ വലുപ്പത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. ബ്രസ്റ്റ് പീസ് തന്നെ വേണമെന്നില്ല, എല്ലുള്ള പീസായാലും മതി, ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് മാത്രം. ഇനി ഒരു മസാല അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം പട്ട, 3 ഏലക്ക, സ്റ്റാർ പൂവിൻ്റെ ഒരു 1/4 ഭാഗം, 3-4 ഗ്രാമ്പു, ഒരു ചെറിയൊരു കഷ്ണം കൽപ്പാസി ഉണ്ടെങ്കിൽ അത് ചേർക്കുക. കൽപ്പാസി 1 അല്ലെങ്കിൽ 1.5 സ്പൂൺ പെരിഞ്ജീരകം ഈ ഒരളവിന് ചേർക്കാവുന്നതാണ്. ഇനി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്, രസത്തിനൊക്കെ വറുത്ത് പൊടിച്ച് വെക്കില്ലേ, അതാണിത്. അത്രയും ചേർത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തനിത്തനിയായിട്ട് ചേർത്താലും മതി. ഇനി ഒരു 3-4 പച്ചമുളക് ചേർക്കുക. എരിവിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും ഒക്കെയാണ് ചേർക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. അതേ അളവിന് തന്നെ കുറച്ച് പുതിനയും ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. ഒരു തവി തൈരാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത കവർ തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ വിനിഗറൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യമേ ഒന്ന് സ്ട്രക്കായി നിൽക്കും, പിന്നീട് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടും. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചിക്കന് പാടില്ല. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ആ മസാല മൊത്തമായിട്ട് ഇതിൽ ചേർക്കുക. ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെ ചേർക്കുന്നത് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഒരു 2.5 സ്പൂണോളം ഈ ഒരളവിന് ചേർക്കുന്നുണ്ട്. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ പകുതി കോൺഫ്ലോറും പകുതി അരിപ്പൊടിയും ചേർക്കാം, പക്ഷെ മൈദ ചേർക്കണ്ട. ഒരു മുട്ടയോടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ടയും അതുപോലെ ആ മസാലയുടെ നനവും എല്ലാം ചേർത്ത് കറക്റ്റ് പരുവത്തിനുള്ള നനവ് ഈ മസാലയ്ക്ക് കിട്ടുന്നതാണ്. ചിക്കനകത്ത് ഒട്ടും വെള്ളമില്ലാതെയാണ് എടുത്തത്. നമ്മൾ അരച്ചെടുക്കുന്ന മസാല നല്ലവണ്ണം അരച്ചെടുക്കണം. ഒരു കോട്ടിങ് പോലെ തന്നെ വരണം. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ചിക്കനിലും ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ വേണം ലാസ്റ്റിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഇനി ഇതൊരു 3 മണിക്കൂർ നേരത്തേനെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വറക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും ഒന്ന് വെളിയിൽ വെച്ചിരിക്കണം. ആ തണുപ്പൊന്നും മാറിയതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട്. ഇതൊന്ന് 3 മണിക്കൂറായിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്ന് പെറുക്കിയിടൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഓരോന്നായിട്ട് പെറുക്കിയിടാനായിട്ട്. ഈ മാവ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ടുണ്ട്. മസാലയെല്ലാം നല്ല കോട്ടിംഗ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഒന്നും ഒഴുകി ഒന്നും വരുന്നില്ല. ഇങ്ങനെ വേണം ഫൈനലായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് വറുത്ത് പോരണം. 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഓരോന്നായിട്ട് പെറുക്കിയിടാനായിട്ട്. എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഉടനെ ഒന്ന് കുത്തി ഇളക്കൊന്നും ചെയ്യരുത്. ഒരു 10-15 സെക്കൻഡ് നേരത്തേന് അതേ ചൂടിൽ തന്നെ വെക്കുക. അതിനുശേഷം തീ ഒരല്പം കുറച്ചിട്ട് വേണം ബാക്കി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ മസാല ഒട്ടും എണ്ണയെ കലങ്ങത്തുമില്ല, ഒട്ടും എണ്ണ കുടിക്കത്തുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് മസാല നമ്മൾ ചെയ്തെടുത്തത്. ചിക്കന് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേകാൻ വേണ്ടി കുറേ നേരം സമയം എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ പുറത്തെയുള്ള കോട്ടിംഗ് ഉണ്ടല്ലോ, പച്ച കോട്ടിങ്ങിൻ്റെ കളറ് കുറേ നേരം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആകും തോറും കുറേശ്ശായിട്ട് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ പെട്ടെന്ന് വേകുകയും ചെയ്യും. ആ മസാലയുടെ ആ പച്ച കളറ് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഒരല്പം ഒന്ന് ബ്രൗൺ ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്നും മാറുന്നൊന്നുമില്ല. നമ്മൾ പച്ച അതായത് ഗ്രീൻ മസാല ചിക്കൻ ആകുമ്പോൾ ആ കളറൊന്നും നമുക്ക് വേണമല്ലോ. ഇതിനിടയ്ക്ക് കുറച്ച് കറിവേപ്പിലയുടെ എണ്ണയിലിട്ട് കൊടുത്തിരുന്നു. ഒട്ടും കലങ്ങാതെ പൊടിയൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല കോട്ടിങ്ങോട് കൂടി നമുക്ക് ഗ്രീൻ മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക പുതിനയുടെയും മല്ലിയിലയുടെയും ഗരം മസാലയുടെയും ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഗ്രീൻ മസാല ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.